രാവിലെ കുളിയൊക്കെ കഴിഞ്ഞു. ഇന്ന് വീഡിയോ എടുക്കാൻ വലിയ പ്ലാനിങ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ സൺഡേ അല്ലേ, വീട്ടിൽ കുഞ്ഞിനൊക്കെ ഉള്ള ദിവസമാണല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങ് എടുക്കാമെന്ന് കരുതി കേട്ടോ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് എനിക്കൊരു കോഫി കുടിച്ചാൽ കൊള്ളാമെന്ന് ഇങ്ങനെ ഉണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് കുഞ്ഞൻ പറഞ്ഞു, ഒന്ന് നമുക്ക് കോഫി ഉണ്ടാക്കാം എന്നും പറഞ്ഞിട്ട് ആൾ എന്നെ പിന്നെ ഉണ്ടാക്കാൻ പോയി. പക്ഷേ എനിക്ക് കോഫി കുടിക്കാവോ ഇല്ലയോ എന്നൊക്കെ ഇങ്ങനെ അറിയില്ല. എനിക്ക് തോന്നുന്നു പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുമ്പോൾ കോഫി അങ്ങനെ അധികം കഴിക്കരുത് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതുവരെ കുടിച്ചിട്ടേ ഇല്ല. എനിക്ക് കോഫി കുടിക്കാൻ ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് കോഫി. ചായ കുടിക്കുന്നതിനെക്കാട്ടിയും കോഫി കുടിക്കുന്നതാണ് ഭയങ്കര ഇഷ്ടം. അങ്ങനെ മധുരമൊന്നും ഇല്ലാത്തൊരു കോഫി ഉണ്ടാക്കി കുഞ്ഞിന് എനിക്ക് തന്നു. അത് കഴിഞ്ഞ് ഞങ്ങളിതാ പുറത്തൊക്കെ വന്ന് കുറച്ച് നേരം കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്ന് കോഫിയൊക്കെ കുടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. എനിക്ക് ചായ കോഫിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുടിക്കുമ്പോഴേ ഇതാ ഈ പുറത്ത് നമ്മുടെ അടുക്കള വശത്തെ അതായത് ചെടികളും പച്ചക്കറികളൊക്കെ നട്ടേക്കുന്ന സ്ഥലത്ത് ആ ഒരു ഭാഗത്തിരുന്ന് ഇങ്ങനെ ചായയൊക്കെ കുടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറേ നേരം ഇങ്ങനെ നോക്കി നമുക്കിങ്ങനെ ഇരിക്കാമല്ലോ. നമ്മുടെ ചെടികൾ പൂവിരിഞ്ഞൊക്കെ ഇരിക്കുന്നതാണ് ഭയങ്കര സന്തോഷമാണ്. ഒരുപാട് പൂക്കളും കാര്യങ്ങളൊന്നും ഇല്ല, കുറച്ചൊക്കെ ഉള്ളൂ. ഉണ്ടായിരുന്ന കുറേയൊക്കെ അങ്ങ് നശിച്ചൊക്കെ പോയി. ഇപ്പോഴും ചൂട് സമയം കൂടെയൊക്കെ അല്ലേ, എനിക്കധികം നോക്കാനും പറ്റുന്നില്ല. അതുകൊണ്ടൊക്കെ തന്നെ പിന്നെ എന്താ നമ്മുടെ പാവലൊക്കെ ഇങ്ങനെ പടർന്ന് ഇങ്ങനെ കിടക്കുകയല്ലേ, അതിൻ്റെ കൂട്ടത്തിൽ കുറേയൊക്കെ ചീത്തയായി പോകുന്നുണ്ട്. ഈ എലിയാണെങ്കിൽ വന്നിട്ട് അതിൻ്റെ ആ ഒരു ചെവിട് ഭാഗം എങ്ങനെയെങ്കിലുമൊക്കെ ഒടിച്ച് ഒന്ന് ഇളക്കിയോ ഒക്കെ അങ്ങ് മാറ്റിയിടും. അപ്പോഴത്തേക്ക് ചെവിട് കൊണ്ട് തന്നെ കരിഞ്ഞങ്ങ് പോവും. അതുകൊണ്ടാണ് ഈ മേളിലോട്ട് ഇങ്ങനെ ഇലകളൊക്കെ കരിഞ്ഞ് നിൽക്കുന്നത് കേട്ടോ. പിന്നെ എന്തായാലും അത്യാവശ്യം നമുക്കിപ്പം കുറേയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരുപാടങ്ങ് പാവയ്ക്ക് അങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല. എന്നാൽ കൂടി നമുക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് തോരൻ വെക്കാനോ മെഴുക്കുരട്ടി വെക്കാനോ ഒക്കെ കിട്ടുന്നുണ്ട്. നമ്മൾ 2-3 പേരല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് പിന്നെ അതൊക്കെ തന്നെ ധാരാളമാണല്ലോ. പിന്നെ ഇതിനകത്തൊരു കുഞ്ഞ് പിഞ്ച് വന്നാൽ തന്നെ നമ്മളിത് ഇങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ കുത്തിയിടും. ഒന്ന് പേപ്പറോ ഇല്ലെങ്കിൽ കവർ എന്തെങ്കിലും കുത്തിയിടും. പേപ്പർ കുത്തി നേരത്തെ ഇടുമായിരുന്നു, പക്ഷേ അതിൻ്റെ അടിയിൽ കൂടെ കയറിയിട്ട് കൊതുവൊക്കെ കുത്തി നശിപ്പിച്ച് പഴുത്ത് പോകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ കവറാണ് ഇങ്ങനെ കുത്തിയിടുന്നത്. എൻ്റെ ഇടയ്ക്ക് അടിയിൽ ചെറുതായിട്ടൊരു കിഴുത്തേക്ക് ഇട്ട് കൊടുക്കും, കാരണം കാറ്റും വെളിച്ചമൊക്കെ കയറാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ ഈ ഇരിക്കുന്ന സാധനം കണ്ടോ, നമ്മുടെ ആദ്യമായിട്ടുണ്ടായ വെള്ളരിയാണേ. പക്ഷേ അതങ്ങോട്ട് വലുതായിട്ട് വന്നേ ഇല്ല, ഒരുമാതിരി മുരടിച്ച് പോയിട്ടുണ്ടായിരുന്നു. അതും എന്തോ കുത്തിയിട്ടുണ്ട്, കഴിക്കാൻ പറ്റുമോ ഇല്ലയെന്നൊന്നും അറിയത്തില്ല. ഇങ്ങനെ അതുകൊണ്ട് പഴുത്ത് നിൽക്കുന്നതുകൊണ്ട് ഇങ്ങനെ പറിച്ചതാണ്. പിന്നെ അവിടേക്ക് ഇതാ നമുക്ക് എവിടെ നിന്നില്ലാത്ത സാധനങ്ങളൊക്കെ ഇവിടെ വന്ന് കിടക്കും കേട്ടോ. കാറ്റടിച്ചിട്ടൊക്കെ അപ്പുറത്തുനിന്നൊക്കെ ഉള്ള മരങ്ങളിൽ നിന്നൊക്കെ ഉള്ള ഇലകളും ഒക്കെ വന്ന് ഇവിടെ കിടക്കും. ഇത് ഇവിടേക്ക് ഇങ്ങനെ കിടക്കുന്ന കണ്ടാൽ നമുക്ക് ഇവിടെ വന്ന് ഇരിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നും. എനിക്കിവിടെ വന്ന് ഇരുന്നിട്ടേ എനിക്ക് എന്തോ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുമായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ അവിടെ അങ്ങ് തൂത്തുവാരി ഒന്ന് വൃത്തിയാക്കി ഇടാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഇതാ ഇവിടെ നിന്നെല്ലാം കൂടി തൂത്തുകൂട്ടി അങ്ങോട്ട് വെച്ചിട്ടേ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ, അതായത് വെയിലൊക്കെ ഒന്ന് താന്നിട്ട് അപ്പുറത്തോട്ട് മാറ്റിയിട്ട് തീ ഇടാമെന്ന് വിചാരിച്ചു. ഈ ഒരു വെയിലത്ത് നിന്ന് തീ ഇടാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് കയറി വന്നപ്പോഴത്തേക്ക് നമ്മുടെ അടുക്കളയിൽ ഇച്ചിരി ഒന്ന് അഴുക്കായിട്ട് ഇങ്ങനെ കിടക്കുകയായിരുന്നേ. രാവിലെ ഫുഡൊക്കെ വെച്ചതിൻ്റെയൊക്കെ അമ്മ രാവിലെ പോയിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ കേട്ടോ. അമ്മ രാവിലെ ഒരു 6:15 6:20 ആകുമ്പോഴേ പോകും. അതുകൊണ്ട് ഇന്ന് ക്ലീൻ ചെയ്യാനേ ഞാൻ ക്ലീൻ ചെയ്തിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ അടുപ്പിൻ്റെ മുകളിലൊക്കെ ഇച്ചിരി ഇങ്ങനെ കറിയൊക്കെ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ തെറിച്ച് വീഴുകയൊക്കെ ചെയ്യത്തില്ലേ, അത് കൈയോടെ തുടച്ചിട്ടില്ലെങ്കിൽ ഒരു എണ്ണ മെഴുക്ക് പോലെ കിടക്കും. പിന്നെ ഭയങ്കര സ്മെല്ലും ആവും. അതുകൊണ്ട് ഇത് അവിടേക്കൊന്ന് ക്ലീൻ ചെയ്തിട്ടൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടാമെന്ന് വിചാരിച്ചു. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അടുക്കളയിൽ ഇങ്ങനെ ജോലി ചെയ്യുന്നതാണ്. പക്ഷേ ഇപ്പോൾ കുറേ നാളായിട്ട് അങ്ങനെ അധികം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇടയ്ക്കെങ്ങാണ് ഞാൻ വന്ന് എന്തെങ്കിലും ചെയ്യുന്നതല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അധികം നേരം നിൽക്കുമ്പോൾ തന്നെ ബാക്ക് പെയിൻ കൂടും. അതിൻ്റെ കൂട്ടത്തിൽ വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളും. പിന്നെ ഡോക്ടർ അധികം നിൽക്കരുത് എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് തന്നെ ഉള്ളിൽ നല്ലൊരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ വന്ന് നിന്നൊന്നും ചെയ്യാത്തത്. പഴയതുപോലെ കിച്ചണിലൊന്നും കയറാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമം എനിക്ക് നല്ല രീതിയിലുണ്ട്. വല്ലാത്തൊരു മൂഡ് ഓഫാണ് ശരിക്കും പറഞ്ഞാൽ. എന്തെങ്കിലുമൊക്കെ ചെയ്തൊക്കെ ഇരിക്കുമ്പോൾ അടിപൊളി രസമാണല്ലോ, സമയം പോകുന്നേ അറിയത്തില്ല. അങ്ങനെ ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ തന്നെ അപ്പച്ചിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ കായംകുളത്തുനിന്ന്. അപ്പോൾ അവരുടെ വീഡിയോസ് ഒന്നും എടുക്കരുതെന്ന് പറഞ്ഞതുകൊണ്ടാണ് കാണിക്കാത്തത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോസ് ഒന്നും എടുക്കരുത്, ഞങ്ങൾക്ക് അതിനൊന്നും വലിയ താല്പര്യമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ അപ്പച്ചിയൊന്നും കാണിക്കാൻ. കുഞ്ഞിൻ്റെ അച്ഛൻ്റെ സ്വന്തം പെങ്ങളാണ് കേട്ടോ, മോളും കൂടെ ആണ് വന്നത്. അവർ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് അവരങ്ങ് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരെ കൊണ്ട് വണ്ടിയേറ്റി വിട്ടിട്ട് കുഞ്ഞിൻ്റെ മുടിയൊക്കെ വെട്ടിയാണ് വന്നത്. എനിക്കിഷ്ടപ്പെട്ടതേ ഇല്ല, എന്തോ പോലെ വെട്ടിവെച്ചേക്കാണ്. ഞാൻ അത് പറഞ്ഞ് കളിയാക്കുക, അത് എന്തിനാണ് ഇങ്ങനെ വെട്ടിവെച്ച്, എന്നും മുടി വെട്ടുന്നിടത്താണ് പോയി വെട്ടിയത്. പക്ഷേ ഇന്ന് ആ പയ്യനല്ലാന്ന് തോന്നുന്നു വെട്ടി, വേറെ ആരെങ്ങാണ്ട് വെട്ടിക്കൊടുത്തത്. പക്ഷേ അത്രയും അങ്ങോട്ട് ശരിയായതേ ഇല്ല കേട്ടോ. അങ്ങനെ പിന്നെ കുഞ്ഞൻ പോയി കുളിച്ചിട്ടൊക്കെ വന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കായിരുന്നു. അവർക്കടുത്ത് ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് നേരത്തെ അങ്ങ് പോകണം എന്നും പറഞ്ഞ് പോയാണ് കേട്ടോ. അപ്പോൾ 11:30 ആയപ്പോഴത്തേക്ക് അവർ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ എന്താ ഞങ്ങളിന്ന് ഫുഡ് കഴിക്കാൻ ഇന്നിട്ട് അടിപൊളി ഒരു ഐറ്റം ഉണ്ട്. അമ്മ രാവിലെ വെച്ചിട്ട് പോയാണേ. ഇത് നമ്മുടെ മറ്റേ പറങ്ങാണ്ടി അങ്ങനെയല്ലേ എല്ലായിടത്തും പറയുന്നത്, കശുവണ്ടി ഉണ്ടല്ലോ, അതായത് നമ്മുടെ നട്ട്സ് അതിട്ടിട്ട് നമ്മൾ കറി വെച്ചാണ് തീയൽ വെച്ച് അടിപൊളി ടേസ്റ്റാണ്. ഇത് നമ്മൾ അല്ലാതെ
പച്ചയ്ക്കുള്ളത് കിട്ടും, അതിങ്ങനെ പിച്ചണ്ടി എന്ന് പറയും നമ്മുടെ അവിടെ കേട്ടോ. അതിങ്ങനെ പച്ചയ്ക്ക് ഇങ്ങനെ കിട്ടുമ്പോൾ വലുതായിട്ട് ഇങ്ങനെ വിളഞ്ഞിങ്ങനെ വരാത്ത രീതിയിലുള്ളതാണ്. കീറിയെടുത്തിട്ട് അത് തീയൽ വെക്കണം, ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. ഇങ്ങനെ കഴിച്ചിട്ടുള്ളവരിന്ന് കമൻറ്റ് ചെയ്യണേ. അതൊക്കെ ഇപ്പോൾ കിട്ടാനേ ഇല്ല. പണ്ട് അമ്മ വെച്ച് തരുമായിരുന്നു. അതിൻ്റെ ടേസ്റ്റ് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. അപ്പോൾ ഇതും അടിപൊളി ടേസ്റ്റാണ്, പക്ഷേ ഇതിനെക്കാട്ടും കുറച്ചും കൂടി ടേസ്റ്റ് അതിനാട്ടോ. പിന്നെ ഞങ്ങളിതാ ഫുഡെല്ലാം കഴിച്ചു, പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നതൊക്കെ ഒന്ന് കഴുകി പെറുക്കിയൊക്കെ വെച്ച് അവിടേക്ക് ഒന്ന് വൃത്തിയാക്കിയൊക്കെ ഇടുമായിരുന്നു. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് കുറേ പേര് ചോദിച്ചു എനിക്കിപ്പോൾ എങ്ങനെയുണ്ട്, ഹെൽത്ത് കുഴപ്പമുണ്ടോ എന്നൊക്കെ. എനിക്ക് വേറെ കുഴപ്പമൊന്നും ഇല്ലടാ, ഇപ്പോൾ ഓക്കെ ആണ്. ഛർദിലോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. എനിക്ക് ഫുഡ് എന്ത് വേണമെങ്കിലും കഴിക്കാം. ചിലപ്പോഴൊക്കെ ചില ഫുഡ് എനിക്ക് സ്മെല്ല് പിടിക്കത്തില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ സ്മെല്ല് പിടിക്കാത്ത ഫുഡ് ഞാൻ കഴിക്കാൻ നിൽക്കത്തില്ല, അതങ്ങ് മാറ്റി വെക്കും. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഛർദ്ദിച്ച് വീണ്ടും കുളമാക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ബാക്ക് പെയിൻ നല്ല രീതിയിൽ ഉണ്ട് കേട്ടോ. അതെനിക്കിപ്പോൾ കുറച്ച് നാളായിട്ട് ഇടയ്ക്ക് ഇങ്ങനെ വന്നും പോയൊക്കെ നിൽക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഭയങ്കരമായിട്ട് ഉള്ള ബുദ്ധിമുട്ട് രീതിയിൽ എനിക്ക് ബാക്ക് പെയിൻ വരുന്നുണ്ട്. ഇനി പോകെ പോകെ ചിലപ്പം ബാക്ക് പെയിൻ കൂടുമായിരിക്കും. കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കിങ്ങനെ ബാക്ക് പെയിൻ ചിലപ്പോൾ ഈ വയറൊക്കെ വെച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഉണ്ടാവുമെന്ന്. കുറേ നേരമൊക്കെ നിൽക്കുകയും അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോവുകയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ബാക്ക് പെയിൻ വരുന്നുണ്ട്. അത് റെസ്റ്റ് എടുത്താലും ആ ഒരു ഡേ ഫുൾ നിൽക്കും. അത് കഴിഞ്ഞ് പിന്നെ പതിയെ പതിയെ കൊണ്ടൊക്കെ മാറത്തുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ അമ്മ എന്നെ ഒന്നും ചെയ്യാൻ സമ്മതിക്കത്തേയില്ല. വെറുതെ ആവശ്യമില്ലാതെ ഒരുതൊന്നും വരുത്തി വെക്കണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ നമ്മളൊന്ന് എടുത്തൊക്കെ നോക്കുകയായിരുന്നേ. തേങ്ങ ഉണ്ടായിരുന്നു കേട്ടോ അപ്പച്ചി കൊണ്ടുവന്നതിനകത്ത്. തേങ്ങയൊക്കെ അച്ഛനും അമ്മയും വരുമ്പോഴൊക്കെയാണ് കൊണ്ടുവരുന്നത്. അപ്പച്ചി ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്നു, ഇതിന്ന് എടുത്തുകൊണ്ട് വന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ തെങ്ങൊക്കെ ഉണ്ട് കേട്ടോ, അത് ഇന്ന് കൊണ്ടുവന്നതാണ്. അങ്ങനെ പിന്നെ അതൊക്കെ എല്ലായിടത്തും ഓരോ സ്ഥലത്തൊക്കെ വെച്ചു. തുണി അങ്ങോട്ട് വിരിച്ചിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും നേരം മഴ പെയ്യേണ്ട, നല്ല വെയിലടിച്ചിങ്ങനെ കിടക്കുമായിരുന്നു. തകർത്ത് പെയ്യാണ്. ഞാൻ അത് പറക്കണോ വേണ്ടിയോ എന്നും പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു. അപ്പോഴത്തേക്ക് ചീതാനം അടിച്ചിട്ട് ഇങ്ങോട്ട് കയറുന്നുണ്ട്. അപ്പോൾ ഫുള്ള് നനയുമല്ലോ. അതുകൊണ്ട് പിന്നെ എല്ലാം ഇനി പറക്കിയിട്ട് പിന്നെ അകത്തുകൊണ്ടുവന്ന് എല്ലാം വിരിച്ചൊക്കെ ഇട്ടിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അമ്മ വന്നു. കൊണ്ടുവന്നൊരു സാധനം അത് കിടുക്കാച്ചിയൊരു ഐറ്റം തന്നെ ആയിരുന്നേ. വേറൊന്നുമല്ല, മാങ്ങാച്ചാറാണ്. അവിടെ ഒരു മാമി, നമ്മുടെ അടുത്തുള്ള ഒരു മാമി കൊടുത്തു വിട്ടാണ് അമ്മയുടെ കയ്യിൽ എനിക്ക് കേട്ടോ. എൻ്റെ പൊന്നു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആദ്യം കുറച്ച് ഞാൻ എടുത്ത് വായിലിട്ടു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ടേസ്റ്റ് കൂടുതലായതുകൊണ്ട് ഞാനിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുഞ്ഞിനും അമ്മയും കൂടെ നിന്ന് തന്നെ വഴക്ക് അറിയായിരുന്നു, നീ ഇങ്ങനെ കഴിക്കണ്ട എന്ന്. പക്ഷേ എന്തോ എനിക്കറിയില്ല, എനിക്ക് ഭയങ്കര ഇപ്പം അച്ചാറിനോട് ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാടൊന്നും കഴിക്കത്തില്ലെങ്കിലും ഇങ്ങനെ കാണുമ്പോൾ ചിലതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം കേട്ടോ. മാങ്ങാച്ചാറൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ല. ആരുണ്ടാക്കി തന്നാലും മാമിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ കൂടെ കുറച്ച് വെള്ളവും കൂടെ കുടിക്കുമ്പോൾ അയ്യോ ഒരു രക്ഷയില്ല കേട്ടോ. നമ്മൾ എത്ര വെള്ളം വേണേലും കുടിച്ചു പോവും, അങ്ങനെയാണ്. പണ്ടൊക്കെ മാങ്ങാച്ചാറിന് ഞാൻ കയ്യിലോട്ട് എടുത്തിട്ട് വെള്ളം കുടിക്കും ഞാൻ. അപ്പോഴത്തേക്ക് ഒരുപാട് വെള്ളം നമുക്കിങ്ങനെ മനസ്സറിയാതെ അങ്ങ് പോകും കേട്ടോ. അല്ലാതെ വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് നല്ല ബുദ്ധിമുട്ടാണല്ലോ. എന്തായാലും സംഭവം കിടുക്കാച്ചിയൊരായിട്ടാണ്. അങ്ങനെ കുറേ കുടിച്ചു. അപ്പോൾ നമ്മുടെ വീഡിയോ നിന്ന് ഇത്രയൊക്കെയുള്ളൂ. മറ്റൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. See you.